heroism may turn into adversity. Here we are discussing such a topic, The Playboy of the Western World by James Synge. James Synge, Edmund John Millington Synge, was an Irish playwright and poet, and he is the key figure in the Irish literary revival. ഐറിഷ് പോയറ്റാണ്. അദ്ദേഹത്തിന്റെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന നാടകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഒരു പ്ലേ റൈറ്റ് ആണ്, ഐറിഷ് എഴുത്തുകാരനാണെന്ന് പറഞ്ഞു, പ്ലേ റൈറ്റ് ആണ്, അതേപോലെ തന്നെ പോയറ്റ് ആണ്. അതേപോലെ ഐറിഷ് ലിറ്റററി മൂവ്മെന്റ് അല്ലെങ്കിൽ ഐറിഷ് ലിറ്റററി റിവൈവൽ എന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ജെയിംസ് സിഞ്ച്. And it is a 3-act play first performed in 1907 at the Abbey Theatre in Dublin. ഡബ്ലിനിലെ ആബി തിയേറ്ററിൽ 1907 ഈ നാടകം ആദ്യമായി പെർഫോം ചെയ്യപ്പെടുന്നത്. And it is centers on the life of Christy Mahan. He is the protagonist of the story. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ക്രിസ്റ്റി മാഹൻ. അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കഥയാണ് ഈ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നറിയപ്പെടുന്ന ഈ നാടകം. ഇതിന്റെ ടൈറ്റിൽ ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നാണ്. അതിന്റെ ടൈറ്റിലിന്റെ അർത്ഥം തന്നെ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റി മാഹൻ എന്ന പ്രൊട്ടഗോണിസ്റ്റ് ആണ്. അദ്ദേഹം ആദ്യമായിട്ട് he attains the love and admiration of the villagers by saying that or by declaring that he has killed his father. തന്റെ അച്ഛനെ കൊന്നു എന്ന് ഹീറോയിസം പറഞ്ഞ് വില്ലേജേഴ്സിന്റെ ആരാധന നേടിയെടുക്കുന്ന വ്യക്തിയാണ് ക്രിസ്റ്റി മാഹൻ. ബട്ട് ലേറ്റർ ദ പീപ്പിൾ റിയലൈസസ് ദ ഹീറോയിസം ആസ് ആൻ അഡ്വേഴ്സ് വൺ. പക്ഷെ പിന്നീട് ജനങ്ങൾ മനസ്സിലാക്കുന്നു ഈ സ്വന്തം അച്ഛനെ കൊന്നത് എന്ന് പറയുന്നത് ഒരു ഹീറോയിസം അല്ല, അത് ഇറ്റ് ഈസ് എ ബിറ്റ് ഓഫ് മൊറാലിറ്റി, ഒരു ധാർമ്മികതയുടെ ഒരു അംശം ഇല്ലാത്തതാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി എന്ന് ആളുകൾ തിരിച്ചറിയുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ അതാണ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റി മാഹൻ ആണ്. അതിന് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇൻ ദ ബിഗിനിങ് ഹി ആർഗ്യൂസ് ദാറ്റ് ഹി ഹാസ് കിൽഡ് ഹിസ് ഫാദർ ആൻഡ് ഹി ഈസ് ബോസ്റ്റിംഗ് ഓഫ് ഹിസ് ഹീറോയിക് ഡീഡ്സ്. സ്വന്തം അച്ഛനെ കൊന്നു എന്ന് പറയുന്ന ആ ഒരു ഹീറോയിക് ആക്ടിനെ അദ്ദേഹം പുകഴ്ത്തി പറയുന്നു. ബട്ട് ലേറ്റർ ദ പീപ്പിൾ ഓർ ദ വില്ലേജേഴ്സ്, മായോ എന്ന വില്ലേജ് ആണ്, മായോ എന്ന ഐറിഷ് വില്ലേജിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി. കാരണം സ്വന്തം അച്ഛനെയാണ് കൊല്ലുന്നത്, അതൊരു ധാർമ്മികത അതിന് നിരക്കാത്തതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു സംഭവം. മൈക്കൽ ഫ്ലാഹർട്ടി owns a pub and on an autumn night Pageant, his daughter, is sitting alone in the pub. മൈക്കൽ ഫ്ലാഹർട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു പബ്ബ് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ മകളാണ് പാജീൻ. ആ പബ്ബില് നമ്മളുടെ പാജീൻ ഒരു ഓട്ടം നൈറ്റില് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. ആൻഡ് ദ പബ് ഈസ് ഓൺ ദി കോസ്റ്റ് ഓഫ് മായോ, അയർലൻഡ്. അയർലൻഡിലെ മായോ എന്ന തീരത്തോട് ചേർന്നാണ്, മായോ എന്ന ഗ്രാമമാണ്, അതിന്റെ തീരത്തോട് ചേർന്നാണ് ഈ ഒരു പബ്. ആൻഡ് ഷോൺ ഈസ് പാജീൻസ് ഫിയാൻസ് ആൻഡ് ഹി റിവീൽസ് ദാറ്റ് ഹി ഹേർഡ് എ മാൻസ് ഗ്രോണിങ് ഇൻ ദ ബീച്ച്. ഈ സമയത്ത് പാജിന്റെ കാമുകനാണ് ഷോൺ. അവൻ അവിടെ വരുന്നു. അവൻ പറയുന്നു അവിടെയുള്ള കുഴിയിൽ നിന്നും ഒരു മനുഷ്യന്റെ ഞരങ്ങൽ അവൻ കേട്ടു എന്ന് പറയും. And Michael and his friends Jimmy and Philly stop there in the pub on their way to a wake and they force Sean to spend the night there. ഈ സമയത്ത് മൈക്കൽ, അയാളുടെ സുഹൃത്തുക്കളാണ് ജിമ്മിയും ഫിലിയും. മൈക്കൽ ആരാണ്? നമ്മുടെ പാജിന്റെ അച്ഛനാണ്. അയാളുടെ സുഹൃത്തുക്കളായ ജിമ്മിയും ഫിലിയും അവരൊരു ഫ്യൂണറൽ സെറമണി അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഭാഗമായി അവര് ഈ പബ്ബിൽ നിൽക്കുന്നു. അവര് ഷോണിനോട് പറയുന്നു നീ ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പോവാമെന്ന് പറയും. And he doesn't want to upset Father Rayleigh and so he goes out of the pub. ഫാദർ റെയ്ലിയെ ഞെട്ടിപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതായത് ഈ കാമുകിയാണ്, പാജിൻ എന്ന കാമുകിയോടൊപ്പം ആ പബ്ബിൽ താമസിക്കാന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോക്കിംഗ് വൺ. സോ അതുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. പക്ഷേ പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നു. ഹി കംസ് ബാക്ക് സൂൺ അഫ്രൈഡ് ദാറ്റ് ദ ഗ്രോണിംഗ് മാൻ ഈസ് ഫോളോയിങ് ഹിം. അവനെ പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നു. കാരണം അവൻ പറയുന്നത്
ആ ഞരങ്ങൽ കേട്ട ആ ഞരങ്ങിയ മനുഷ്യൻ തന്നെ പിന്തുടർന്ന് തന്റെ കൂടെ തന്നെ വരുന്നു എന്ന് പറഞ്ഞവൻ അതേ സ്പീഡിൽ പേടിച്ച് വിറച്ച് ആ പബ്ബിലേക്ക് എത്തുന്നു. The man is Christy Mahan, who reveals that he killed his father by hitting him with a lorry while working in the potato field and is running from the law. ആ മനുഷ്യൻ, ആ കുഴിയിൽ കിടന്ന് ഞരങ്ങിയ മനുഷ്യൻ ക്രിസ്റ്റി മാഹനാണ്. അവൻ പറയുന്നു താൻ തന്റെ അച്ഛനെ കൊന്നിട്ടാണ് വരുന്നത്. കാരണം പൊട്ടറ്റോ ഫീൽഡിൽ ജോലി ചെയ്ത സമയത്ത് വാക്കുതർക്കമായി. അങ്ങനെ ആ ആയുധം ഉപയോഗിച്ച്, ആ വർക്ക് ചെയ്ത ആയുധം ഉപയോഗിച്ച് തന്റെ അച്ഛനെ തലക്കടിച്ചു കൊന്നു. അങ്ങനെ അവിടുന്ന് ഓടി വരികയാണ്, നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയതാണ് എന്ന് പറയും. Michael offers Christy a job of pot boy at the pub and Christy accepts it. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന അഭയത്തിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നതാണ് ക്രിസ്റ്റി. അവിടെ എത്തിച്ചേർന്ന ക്രിസ്റ്റിയെ മൈക്കൽ സ്വീകരിക്കുന്നു, അതായത് നമ്മുടെ പാജിന്റെ അച്ഛൻ സ്വീകരിക്കുന്നു. അങ്ങനെ അയാൾ ആ പബ്ബില് അവന് പോട്ട് ബോയ് എന്ന ഒരു ജോലി കൊടുക്കുന്നു. ആൻഡ് ക്രിസ്റ്റി റിവീൽസ് ഹിസ് സ്റ്റോറി, ദാറ്റ് ഈസ് ഹിസ് ക്രൂവൽ സ്റ്റോറി to Pagin when they are alone and both of them get attracted. ഇവിടെ പാജിൻ എന്ന പെൺകുട്ടിയോട് തന്റെ കഥ പറയുന്നു, അതായത് ദ ക്രൂവൽറ്റി ഓഫ് ഹിസ് ഫാദർ, അച്ഛന്റെ ക്രൂരതകളാണ്. ആ ക്രൂരത സഹിക്കാൻ വയ്യാതെയാണ് താൻ തലക്കടിച്ചതെന്ന് അവൻ പാജിനോട് പറയുന്നു. അങ്ങനെ ഈ കഥ കേട്ടിട്ട് പാജിന് അവനോട് ആകർഷണീയത തോന്നുന്നു, അതായത് ഒരു ലവ് അഫെയർ, ഒരു അട്രാക്ഷൻ തോന്നുന്നു. വിഡക്കിൻ, famous to have killed her husband, comes there and suggests that Sean instructed to let Christy spend the night at her house instead of the pub. ഈ സമയത്ത് പാജിനും നമ്മുടെ ക്രിസ്റ്റിയുമാണ് ഉള്ളത് പബ്ബില്. അവര് കഥ പറയുന്നത്, അതായത് ക്രിസ്റ്റി പറയുന്ന കഥ പാജിൻ ഇങ്ങനെ കേൾക്കുന്നു. അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നു. ഈ സമയത്ത് അവിടെയുള്ള ഒരു വിഡോയാണ്, വിഡോ ക്വീൻ. അവര് വളരെ ഫേമസ് ആണ്, കാരണം ഭർത്താവിനെ കൊന്ന കുറ്റം ചെയ്ത വ്യക്തിയാണ്. ഹീറോയിസം, ആ ഒരു ഹീറോയിക് ഡീഡാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയാണ് വിഡോ ക്വീൻ. അവരവിടെ വന്നിട്ട് പറയുന്നു, ഷോൺ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റിയെ ഇന്ന് അവരുടെ വീട്ടിൽ ഉറക്കിയാൽ മതി, പബ്ബിൽ കിടത്തണ്ട. കാരണം പാജീൻ ഉണ്ട് അവിടെ. പാജീൻ ഉള്ളത് കൊണ്ട് തന്നെ ക്രിസ്റ്റിയെ പബ്ബിൽ കിടത്തണ്ട, അവനെ വിഡോ ക്വീനിന്റെ വീട്ടിൽ കിടത്താം, രാത്രി അവിടെ അവന് താമസിക്കാമെന്ന് ഷോൺ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. And at this time Pagin says that he is a pot boy of the pub and so he will sleep there. ഈ സമയത്ത് പാജിൻ പറയുന്നു അവൻ ഈ പബ്ബിലെ പോട്ട് ബോയ് ആണ്, അവന് ഈ പബ്ബിൽ ജോലി കൊടുത്തതാണ്, പോട്ട് ബോയ് എന്ന ജോലിയാണ് അവന്, അതുകൊണ്ട് അവന് ഈ ഒരു പബ്ബിൽ തന്നെ കിടന്നുറങ്ങും എന്ന് കർശനമായിട്ട് പാജിൻ പറയുന്നു. The next day widow King comes there with some village girls to see Christy. തൊട്ടടുത്ത ദിവസം ഈ വിഡോ കിങ് കുറച്ച് പെൺകുട്ടികളെയും കൂട്ടിയിട്ട്, ആ ഗ്രാമത്തിലെ കുറച്ച് പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ക്രിസ്റ്റിയുടെ അടുത്ത് വരുന്നു. ഇവന്റെ കഥ കേൾക്കാൻ, ഇവന്റെ ഹീറോയിക് പ്രവർത്തികൾ കേൾക്കാൻ ക്രിസ്റ്റിയുടെ അടുത്ത് വരുന്നു. ആൻഡ് ക്രിസ്റ്റി ഡിസ്ക്രൈബ്സ് ഹിസ് സ്റ്റോറി ഇൻ എ ഡ്രമാറ്റിക് വേ ആൻഡ് ഹി ഗെയിൻസ് ദ അറ്റൻഷൻ ഓഫ് ദ വില്ലേജസ്. അവിടെ ആ വന്ന പെൺകുട്ടികളോടും വിഡോ ക്വിങ്ങിനോടും ക്രിസ്റ്റി വളരെ ഡ്രമാറ്റിക് ആയിട്ട് തന്റെ കഥ പറയുന്നു. അതായത് വളരെ പൊട്ടറ്റോ ഫീൽഡില് വളരെ കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നു, അങ്ങനെ അയാളെ തലക്കടിക്കുന്നു, അങ്ങനെ കൊന്നു എന്ന രീതിയിൽ തന്റെ കഥ വളരെ ഡ്രമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ഇവന്റെ കഥ കേൾക്കുന്നു. It made jealousy in Pagin and she drives them out of the pub and wants Christy to be careful as the girls may tell the story to the local police. ഈ സമയത്ത് ക്രിസ്റ്റിയുടെ കഥ കേട്ട് ശ്രദ്ധാലുക്കളായിരിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോഴേ പാജിന് അസൂയ തോന്നുന്നു. അവള് ക്രിസ്റ്റിയോട് പറയുന്നു, അതിനു മുന്നേ ഈ കുട്ടികളെ അവിടുന്ന് ഓടിക്കുന്നു, ഈ പെൺകുട്ടികളെ പബ്ബിൽ നിന്ന് ഓടിച്ചിട്ട് ക്രിസ്റ്റിയോട് പറയുന്നു, ഇങ്ങനെ എല്ലാ കഥയും എല്ലാ ആളോടും പറയണ്ട, കാരണം ഈ കുട്ടികൾക്ക് ലോക്കൽ പോലീസുമായിട്ട് നല്ല ബന്ധമാണ്, അപ്പൊ ലോക്കൽ പോലീസിനോട് അവർ പോയി പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഇവനെ പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ആൻഡ് ഷോൺ ആൻഡ് വിഡോ ക്വിൻ come to talk to Christy and offers a ticket to the United States and also some new clothes to Christy. ഈ സമയത്ത് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ഷോൺ എന്ന് പറയുന്നത് നമ്മുടെ പാജിന്റെ കാമുകനാണ്, അവനും അതേപോലെ വിഡോ ക്വിൻ, ഹസ്ബൻഡിനെ കൊന്ന വിഡോ ക്വിനും കൂടി
ക്രിസ്റ്റിയെ കാണാൻ വരുന്നു. അവനൊരു ടിക്കറ്റ് ഓഫർ ചെയ്യുന്നു, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് USA പോകാനുള്ള ഒരു ടിക്കറ്റ്, അതോടൊപ്പം തന്നെ കുറച്ച് ഡ്രസ്സും കൂടി അവന് കൊടുക്കുന്നു. ക്രിസ്റ്റി ടേക്സ് ദ ക്ലോത്ത്സ് ബട്ട് റിഫ്യൂസസ് ടു ലീവ് ദ പ്ലേസ്. ക്രിസ്റ്റി ആ ഡ്രസ്സ് മുഴുവൻ എടുക്കുന്നു, പക്ഷേ ആ സ്ഥലം വിട്ടു പോകാൻ, പോർട്ട് ബോയ് എന്ന ആ ഒരു ജോലി ഉപേക്ഷിച്ച് ആ സ്ഥലം, ആ ഗ്രാമം എന്ന ആ സ്ഥലം വിട്ടു പോകാൻ അവൻ വിസമ്മതിക്കുന്നു. ആൻഡ് ഷോൺ ലെമൺസ് of losing Pageant, and then Widow-Kin offers to marry Christie so that they can unite each other. ഈ സമയത്ത് ഷോൺ വിലപിക്കുന്നു, കാരണം തനിക്ക് പാജിയനെ നഷ്ടപ്പെടും. കാരണം ഇവർ തമ്മിൽ, പാജിയനും ക്രിസ്റ്റിയും തമ്മിൽ ഒരു അടുപ്പം വന്നിട്ടുണ്ട്. അപ്പൊ തനിക്ക് തന്റെ കാമുകിയെ നഷ്ടപ്പെടും എന്ന് വിലപിക്കുന്നു. ഈ സമയത്ത് വിഡോക്കിൻ ഒരു സജഷൻ വെക്കുന്നു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ വിവാഹം കഴിക്കാം, ക്രിസ്റ്റിയെ വിവാഹം കഴിക്കാം. വിഡോക്കിൻ പറയുന്നു, ഞാൻ ക്രിസ്റ്റിയെ വിവാഹം കഴിക്കാം, അങ്ങനെ ആകുമ്പോഴേ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കും, നിങ്ങൾക്ക് പാജിയനും ഷോണും തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്യാം എന്നൊരു സജഷൻ വെക്കുന്നു. Christie was shocked to see his father, old Mahan, who is deeply wounded, comes to the pub to inquire of his son to Widow Queen, and told her that his son Christie is a liar and lazy fool. ഈ സമയത്ത് ക്രിസ്റ്റി പെട്ടെന്ന് ഷോക്കായി പോകുന്നു, ഞെട്ടിപ്പോകുന്നു. കാരണം താൻ കൊന്നു എന്ന് അവകാശപ്പെടുന്ന തന്റെ പിതാവ് മകനെ അന്വേഷിച്ച് അവിടെ എത്തുന്നു, പബ്ബിലെത്തുന്നു. അയാള് വിഡോ കിങ്ങിനോട് പറയുന്നു, തന്റെ മകനായ ക്രിസ്റ്റി ഒരു കള്ളനാണ്, അതേപോലെ തന്നെ ഒരു അലസനായിട്ടുള്ള വിഡ്ഢിയാണ് എന്ന് പറഞ്ഞ് തന്റെ മകനെ അന്വേഷിച്ച് അവിടെ എത്തുന്ന ഓൾഡ് മാഹനെ കണ്ട് നമ്മുടെ ക്രിസ്റ്റിക്ക് ഒരു ഞെട്ടലുണ്ടാകുന്നു. ആൻഡ് ഷീ സെൻസ് ഹിം ഇൻ എ റോങ് ഡിറക്ഷൻ. പക്ഷേ വളരെ ബുദ്ധിമതിയാണ് വിഡോ ക്വീൻ. അവര് നമ്മുടെ ക്രിസ്റ്റി അവിടെ ഇല്ല എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചുവിടുന്നു. ആൻഡ് Christie pleads her not to reveal this to Pageant and she agrees it. ഈ സമയത്ത് ക്രിസ്റ്റി വിഡോ കിങ്ങിനോട് പറയുന്നു, ഈ ഒരു സംഭവം പാജിനോട് പറയരുത്, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇമേജ് പോകും. അത് മാത്രമല്ല, അച്ഛനെ കൊന്നിട്ട് വന്നതാണ്, ഹീറോയിസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ മരിച്ചിട്ടില്ല എന്നറിയുന്ന സമയത്ത് പാജിന് അവനോടുള്ള ഹീറോയിക് അതിലാണ് അവളുടെ ആ ഒരു ഇഷ്ടം തോന്നിയത്. അപ്പൊ ആ ഹീറോയിസം നഷ്ടപ്പെടുന്ന സമയത്ത് അവൾ തന്നിൽ നിന്ന് അകലും. അതുകൊണ്ട് ഈ കഥ അവളോട് പറയരുത് എന്ന് ക്വീനിനോട് പറയുന്നു. അവരത് സമ്മതിക്കുകയും ചെയ്യുന്നു. And as a reward, she demands supplies from the pub when he marries Pageant. അതിന് പകരമായിട്ട് അവൾ പറയുന്നത്, ഈ പബ്ബിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനം തരണം, എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ. നീ മറ്റേ പാജിയനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ഇതിന് പകരമായിട്ട്, കഥയൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തരണം എന്ന് പറയുന്നു. അത് ക്രിസ്റ്റി സമ്മതിക്കുന്നു. Jimmy and Philly talk about Christie's impressive performance in the village sporting events and how he brang about killing his father. ഈ സമയത്ത് മൈക്കലിന്റെ സുഹൃത്തുക്കളാണ് ജിമ്മിയും ഫില്ലിയും. അവര് ഈ വില്ലേജിൽ നടക്കുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ ഇവൻ വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. ഏറ്റവും മുന്നിലെത്തുന്ന എല്ലാ ഗെയിംസിലും മുന്നിലെത്തുന്ന ക്രിസ്റ്റിയാണ്. അപ്പൊ അവന്റെ ആ ഒരു പെർഫോമൻസിൽ ഇവർക്ക് വളരെയധികം ആകർഷണീയത തോന്നുന്നു. ജിമ്മിക്കും അതേപോലെ തന്നെ ഫില്ലിക്കും വളരെയധികം ആകർഷണീയം തോന്നുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് അവന്റെ അച്ഛനെ കൊന്ന കഥയും ഒക്കെ പറഞ്ഞ് വളരെയധികം ഇംപ്രസീവ് ആവുന്നു ഇവരില്. ആൻഡ് ദ ഓൾഡ് മഹൻ അറൈവ്സ് ദെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ക്രിസ്റ്റി ഈസ് ദെയർ. ഈ സമയത്ത് ഓൾഡ് മഹൻ അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവുന്നു ക്രിസ്റ്റി അടുത്തന്നെ ഉണ്ട്. നമുക്ക് നേരത്തെ കണ്ടിരുന്നു, വിഡോ കിങ് അയാളോട് കള്ളം പറഞ്ഞ് അയാളെ വേറെ ഡയറക്ഷനിലേക്ക് പറഞ്ഞു വിട്ടതാണ്, അവിടെ ഇല്ല, ക്രിസ്റ്റി അവിടെ ഇല്ല എന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ തിരിച്ചെത്തുന്ന ഓൾഡ് മാഹൻ മനസ്സിലാക്കുന്നു ക്രിസ്റ്റി അവിടെ തന്നെയുണ്ട്. ആൻഡ് വിഡോ ക്വീൻ സേസ് ദാറ്റ് ഓൾഡ് മാഹൻ ഈസ് എ ലുനാറ്റിക്. ഈ സമയത്ത് താൻ കള്ളം പറഞ്ഞ് ഒഴിവാക്കിയ ഓൾഡ് മാഹനെ കണ്ടിട്ട് വിഡോ കിങ് പറയുന്നു അയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ആൻഡ് ഓൾഡ് മാഹൻ സീസ് ക്രിസ്റ്റി അറ്റ് ദ സ്പോർട്ടിംഗ് ഈവന്റ് ബട്ട് ക്വീൻ റിവീൽസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ക്രിസ്റ്റി. ആ സമയത്ത് ജനലിലൂടെ നോക്കുമ്പോൾ ക്രിസ്റ്റി ആ ഗെയിംസിൽ പങ്കെടുക്കുന്ന കാണുന്നു ഓൾഡ് മാഹൻ. പക്ഷേ വിഡോ കിങ് പറയുന്നത് അത് ക്രിസ്റ്റി അല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഓൾഡ് മാഹൻ ബിലീവ്സ് ഹർ വേർഡ്സ് and as he cannot think that he is so dearest to the villagers and so he leaves the place. അങ്ങനെ വിഡോ കിങ് പറഞ്ഞ വാക്കുകൾ അയാൾ വിശ്വസിക്കുന്നു. കാരണം തന്റെ മകൻ ഒരു ഗ്രാമത്തിന് മുഴുവൻ ഇത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട്
അത് ക്രിസ്റ്റി അല്ല എന്ന് വിഡോക്വിൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഏറ്റെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോകുന്നു. And later Christie and Pageant enter and Pageant tells to Michael and Sean that she wishes to marry Christie. പിന്നീട് ക്രിസ്റ്റിയും പാജനും അവിടെ വരുന്നു. ഈ സമയത്ത് ഷോൺ അവിടെയുണ്ട്, മൈക്കലും അവിടെയുണ്ട്. മൈക്കലിനോടും ഷോണിനോടും പറയുന്നു, ഞാൻ ക്രിസ്റ്റിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പാജൻ പറയുന്നു. Michael at first is horrified of having a murderer as his son-in-law, but later he blesses them. ആദ്യം മൈക്കലിന് തന്റെ മരുമകനായിട്ടൊരു കൊലപാതകിയാണ് വരുന്നത് എന്ന ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ക്രിസ്റ്റി ഒരു കൊലപാതകിയാണ്, അച്ഛനെ കൊന്നവനാണ്. അവനെ തന്റെ മരുമകനായി സ്വീകരിക്കുന്നതിൽ ഒരു പേടി മൈക്കലിന് തോന്നുന്നു. പക്ഷേ പിന്നീട് തന്റെ മകളുടെ ഇഷ്ടത്തിന് അദ്ദേഹം വഴങ്ങുന്നു. അങ്ങനെ അവരെ അനുഗ്രഹിക്കുന്നു. അതിന് അനുഗ്രഹിക്കാൻ കാരണം ഷോൺ ഈസ് നോട്ട് റെഡി ടു ഫൈറ്റ് വിത്ത് ക്രിസ്റ്റി. ക്രിസ്റ്റിയോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള ധീരത ഷോണിനില്ല. അതുകൊണ്ട് പിന്നീട് ഇവരെ അനുഗ്രഹിക്കുന്നു. Old man enters the pub again with a group of villagers and reveal that Christie is his son. ഈ സമയത്ത് മോഹൻ വീണ്ടും തിരിച്ചു വരുന്നു. ഭ്രാന്തനാണെന്ന് പറഞ്ഞു വിട്ടതാണ്. അയാൾ വീണ്ടും തിരിച്ചു വരുന്നു. കൂടെ കുറച്ച് വില്ലേജേഴ്സ് ഉണ്ട്. അവരോട് പറയുന്നു ക്രിസ്റ്റി തന്റെ മകനാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ആൻഡ് ഹി ബീറ്റ്സ് ഹിം. ഈ സമയത്ത് ക്രിസ്റ്റിയെ അദ്ദേഹം പൊതിരെ തല്ലുന്നു. ആൻഡ് ക്രിസ്റ്റി ട്രൈസ് ടു കൺവിൻസ് ദാറ്റ് ഓൾഡ് മാൻ ഈസ് ഇൻസൈൻ. ഈ സമയത്ത് ഇൻസൈൻ ആണ്, ഭ്രാന്തനാണ് തന്റെ അച്ഛൻ എന്ന് ക്രിസ്റ്റി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ബട്ട് പാജൻ ആൻഡ് വില്ലേജേഴ്സ് വർ നോട്ട് റെഡി ടു ബിലീവ് ഹിം. പക്ഷേ ഈ സമയത്ത് പാജനും അതേപോലെ തന്നെ മറ്റ് ഗ്രാമവാസികളും അവൻ പറയുന്ന വാക്കുകള് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ക്രിസ്റ്റി പറയുന്നു തന്റെ അച്ഛൻ ഭ്രാന്തനാണെന്ന്. പക്ഷേ മഹന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അയാൾക്ക് ഭ്രാന്തില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നു. ആൻഡ് ക്രിസ്റ്റി chases old man with a lord, thinking that the people will be attracted by his heroism. ഈ സമയത്ത് ഒരു ആയുധം ഉപയോഗിച്ച് ഓൾഡ് മാഹന്റെ പുറകെ ക്രിസ്റ്റി ഓടുന്നു, അതായത് അദ്ദേഹത്തെ ഓടുന്നു. ആ ഇവൻ ചിന്തിക്കുന്നത് അങ്ങനെ ഇയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വില്ലേജേഴ്സ് തന്റെ കൂടെ നിൽക്കും, തന്റെ ഹീറോയിസം കണ്ട് തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വില്ലേജേഴ്സിന് ഒരു തരത്തിൽ ഇവിടെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. But in fact the villagers are angry at inviting the police to their community. പക്ഷേ ഈ സമയത്ത് ഗ്രാമവാസികൾക്ക് ദേഷ്യം ഉണ്ടാകുന്നു. കാരണം അവരുടെ കമ്മ്യൂണിറ്റിയിൽ, മായോ എന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോലീസിനെ വരുത്തുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർക്ക് ദേഷ്യം വരുന്നു. So the crowd decided to hand him over to the police. ഈ സമയത്ത് ഈ മായോയിലെ ജനങ്ങൾ, മായോ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ക്രിസ്റ്റിയെ പോലീസിന് കൊടുക്കാൻ, പോലീസിൽ പിടിച്ചേൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. At this time Sean and the pageant tied him with a rope and dragged him out. ഈ സമയത്ത് ഷോണും പാജോണും ഒരു കയറ് കൊണ്ട് ക്രിസ്റ്റിയെ ബന്ധിക്കുന്നു. അങ്ങനെ ബന്ധിച്ചതിന് ശേഷം കയറുകൊണ്ട് ഫുള്ള് കെട്ടിയതിനു ശേഷം വലിച്ച് ഗ്രാമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. And at this time old Mahan came back and he unties Christie. ഈ സമയത്ത് ക്രിസ്റ്റിയുടെ അച്ഛൻ ഓൾഡ് മാഹൻ അവിടെ വരുന്നു. അവിടെ വന്ന്, അതായത് നേരത്തെ ക്രിസ്റ്റി ഓടിച്ച ആളാണ്, അദ്ദേഹം വീണ്ടും വരുന്നു. വന്നിട്ട് തന്റെ മകനെ, കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട തന്റെ മകനെ അണ്ടർ ചെയ്യുന്നു. അതിൽ നിന്നും കയറിന്റെ കെട്ടൊക്കെ അഴിച്ച് മോചിപ്പിക്കുന്നു. And he reveals that he is his father. എന്നിട്ട് വെളിപ്പെടുത്തുന്നു ഇത് തന്റെ മകനാണ്, അതായത് ഇവന്റെ അച്ഛനാണ് താൻ. And they have no problems. അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇതെന്റെ മകനാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ he declares that he will tell the injustice of the people of Mayo. ഈ ഒരു വിക്കറ്റ്നെസ് അല്ലെങ്കിൽ ഇൻജസ്റ്റിസ്, അവർ കാണിച്ച ഈ അനീതി, അതായത് തന്റെ മകനെ കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഈ ഒരു അനീതി പുറം ലോകത്തോട് പറയുമെന്ന് അയാൾ വെളിപ്പെടുത്തുന്നു, അച്ഛൻ വെളിപ്പെടുത്തുന്നു. ക്രിസ്റ്റി ഡിക്ലെയർസ് ദാറ്റ് he will be the captain and his father is a heathen slave. ഈ സമയത്ത് ക്രിസ്റ്റി പറയുന്നു താൻ ഒരു ക്യാപ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഹീറോയാണ്, തന്റെ അച്ഛൻ ഒരു ഹീതൻ സ്ലേവ് ആണ്, അൺകൾച്ചേർഡ് ആയിട്ടുള്ള ബാർബേറിയൻ സ്ലേവ് ആണ്, അടിമയാണ്.
വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അടിമയാണ് തന്റെ അച്ഛൻ, താനാണ് ഇതിലെ നായകനെന്ന് ക്രിസ്റ്റി പ്രഖ്യാപിക്കുന്നു. ആൻഡ് ദേ ഗോ ഔട്ട്, അവർ ആ വില്ലേജ് വിട്ടു പോകുന്നു. അതായത് ക്രിസ്റ്റിയും ഓൾഡ് മാനും ഗ്രാമം വിട്ടു പോകുന്നു. ആൻഡ് ഷോൺ ട്രൈസ് ടു ഡിസ്കസ് ഓഫ് ദെയർ മാരേജ് ടു പാജൻ, ബട്ട് ഷീ ഹിറ്റ്സ് ഹിം ആൻഡ് ഡിക്ലെയർസ് ദാറ്റ് ഷീ ഹാസ് ലോസ്റ്റ് ദ ഓൺലി പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. ഈ സമയത്ത് ഷോൺ അവസരം മുതലാക്കിയിട്ട് പറയുന്നു, നമുക്കിവിടെ വിവാഹം നിശ്ചയിക്കാം, നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹിതരാകാം എന്ന് പറയുന്ന സമയത്ത് ഷോണിനെ പാജൻ അടിച്ചിട്ട് പറയുന്നു, അവൾക്ക് ഈ വെസ്റ്റേൺ വേൾഡിന്റെ ഒരേ ഒരു പ്ലേ ബോയ് ആയ ക്രിസ്റ്റിയെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവനെ അടിച്ചിട്ട് പാജൻ കരയുന്നു. അതോടുകൂടിയാണ് ഈ നാടകം അവസാനിക്കുന്നത്. ഇവിടെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റിയെ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന പാജൻ, ആ ഒരു അവസ്ഥയിലാണ് ഈ നാടകം അവസാനിക്കുന്നത്. ഇതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദ എൻറ്റയർ വില്ലേജ് considers the heroism of Christie in the beginning as a good deed. ഒരു ഗുഡ് ഡീഡ് ആണ്, ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് അവന്റെ ഹീറോയിസത്തെ കാണുന്നത്. ബട്ട് ലേറ്റർ ദ പീപ്പിൾ റിയലൈസസ് ദ മൊറാലിറ്റി ഇൻ ഇറ്റ്. പക്ഷേ പിന്നീട് ആ ഒരു ഹീറോയിസത്തിലുള്ള മൊറാലിറ്റി, ധാർമ്മികതയെ അവർ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ഉണ്ടാകുന്നതാണ് ഇതിലെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ചോദിക്കാവുന്നതാണ്. പിന്നീട് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാവുന്നത് ക്രിസ്റ്റി, പ്രധാനമായിട്ട് ക്രിസ്റ്റി, അതേപോലെ തന്നെ ഓൾഡ് മാൻ, പാജൻ, ഷോൺ, മൈക്കൽ, ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.